ഈ സ്ട്രെയിറ്റ് റോഡ് കാണുന്ന പോലെ ആ റോഡിൻ്റെ അറ്റത്ത് എന്താണെന്നറിയാനുള്ള എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമാണ്. ഞങ്ങളങ്ങനെ ഭൂട്ടാൻ ബോർഡർ ക്രോസ് ചെയ്തു. ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റായ ഞങ്ങളുടെ പാസ്പോർട്ടിലെ സ്റ്റാമ്പ് അത് കിട്ടി. അങ്ങനെ ഞങ്ങൾ സിമ്മിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. സിമ്മ് കിട്ടി. അങ്ങനെ ജിഗ്മെ വന്നു, ഞങ്ങളെ വൈസ് കാഫ് വെച്ച് വെൽക്കം ചെയ്തു. ദേ ഡു ദിസ് പ്രൊസീജിയർ ആസ് വിഷിങ് അസ് ഗുഡ് ലക്ക്. Actually, our main process will be inside this, but we had this, no? Easy. Good luck. ഞങ്ങളുടെ അന്നത്തെ നൈറ്റ് ഹോം സ്റ്റേ അവിടെ അവരുടെ ഹാളിൽ ഞങ്ങളെ ഫുഡ് വെച്ച് വെൽക്കം ചെയ്തു. ഹേമാദാച്ചി കേവാദാച്ചി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് അവരുടെ ലോക്കൽ ഡ്രിങ്കായ അറ സെർവ് ചെയ്തു. ദാറ്റ് വാസ് ഗ്രേറ്റ്. ഈ തണുപ്പത്ത് അത് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. ഇസ് ദ മോർണിംഗ് സൺറൈസ്. അങ്ങനെ ഒരു സ്ലോ മോർണിംഗ്. ഞങ്ങൾ ഒരു ടൈഗർ നെസ്റ്റ് ട്രക്കിന് വേണ്ടി പോവുകയാണ്. അവിടെ വെച്ച് ഒരു കുതിര കുത്താൻ വന്നു. അതൊരു മൊമെൻ്റായിരുന്നു. അത് വീഡിയോയിലൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങളുടെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ബിഗിനിങ് വാസ് വെരി ഗുഡ്. ഇറ്റ് വാസ് വെരി വാം ആൻഡ് എന്താ പറയുക, ഇതുവരെ കാണാത്ത ഒരു ബ്യൂട്ടി ആയിരുന്നു. ഭയങ്കര ഫ്രഷ്. ഞങ്ങളങ്ങനെ ഒരു ചായ കുടിക്കാൻ ഒരു സ്ഥലത്തെത്തി. അവിടെ നോക്കിയാൽ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ കാണാം. അറ്റ് ദി എൻഡ്, very near to that, and we have seen it very close to our eyes. After this point, we are not allowed to take photographs inside the temple. So അങ്ങനെ ഞങ്ങൾ തിരിച്ച് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. കയറാനായിട്ട് ഒരു 3 മണിക്കൂർ എടുത്തെങ്കിലും ഇറങ്ങാനും ഒരു 3.5 മണിക്കൂർ എടുത്തു. ബിക്കോസ് അത് ഭയങ്കര ടയേർഡായി. ഇവിടെ കുഞ്ഞുങ്ങളെയൊക്കെ വെച്ച് അമ്മമാർ കയറുന്നുണ്ട്. പക്ഷേ ഭയങ്കര രസമാണ്. നമ്മൾ ഈ പ്രകൃതിയിൽ ഇങ്ങനെ അലിഞ്ഞു പോണ ഒരു ഫീലാണ്.